ഹായ് ഫ്രണ്ട്സ്, നമുക്ക് മുട്ട ദോശ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനാദ്യമായിട്ട് നമുക്കൊരു ചട്നി ഉണ്ടാക്കണം. ചട്നിയോ ചമ്മന്തിയോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ അതിനൊരു ജാർ എടുത്തിട്ട് നമുക്കതിലേക്ക് സവാള, പിന്നെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത്, അതുപോലെ വെളുത്തുള്ളി, ഒന്നോ രണ്ടോ തക്കാളി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കോൽപ്പുളി ഇതും ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ. അത് അരച്ച് നമുക്ക് മാറ്റി വെച്ചിട്ട് ഒരു പാത്രം വെച്ച് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഈ അരപ്പുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് വെളിച്ചെണ്ണ കൂടുതൽ ചൂടായി എൻ്റെ ചേട്ടാ ഈ പുകയൊക്കെ വന്നത്, വേറെ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അത് പച്ചമണം മാറണ വരെ നമുക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്കത് ഇറക്കി വയ്ക്കാം. അത് കഴിഞ്ഞ് ഒരു ദോശത്തവ വെച്ച് ഒരു ദോശ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ദോശയിൽ നമ്മൾ എണ്ണ, വെളിച്ചെണ്ണ, അതുപോലെ നെയ്യ് എന്താ ചേർത്ത് കൊടുക്കാന്ന് വെച്ചാൽ അത് കുറച്ച് ചേർക്കാം, അധികം ചേർക്കണ്ട, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അടിഭാഗം ഒന്നായി വരുമ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ആ മുട്ട പരത്തി കൊടുക്കുക. ഇതേപോലെ പരന്നൊരു കയ്യിലുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് പരത്തി കൊടുക്കാൻ പറ്റും കേട്ടോ. എല്ലാവർത്തേക്കും പരത്തി കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ചമ്മന്തി ഉണ്ടല്ലോ, ആ ചമ്മന്തി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും ഇതേപോലെ നന്നായിട്ട് പരത്തുക. എല്ലാ ഭാഗത്തേക്കും ആവണം. നമുക്ക് ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അവിടെ ഞാൻ കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്കത് മുക്കി കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. എല്ലായിടത്തും ആയി കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടി നമുക്ക് അങ്ങനെ തന്നെ ഇട്ട് വേവിക്കാം. അത് കഴിഞ്ഞാൽ നമുക്കത് മറിച്ചിടാം കേട്ടോ. അത് മറിച്ചിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളത് അങ്ങനെ ഇട്ടിട്ട് എങ്ങോട്ടും പോവരുത്, വേഗം കരിഞ്ഞ് പിടിക്കും കേട്ടോ. നന്നായിട്ട് കരിയും മുട്ട ചേർത്തത് കൊണ്ട്. അപ്പോൾ വേഗം നമ്മളത് എടുക്കണം. അതെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അതെ, ഉണ്ടാക്കി കൊടുത്ത ആൾക്ക് എന്തായാലും സംഭവം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ആളുടെ അഭിപ്രായം ഞാനിവിടെ ചേർത്തിട്ടുണ്ടേ. ടേസ്റ്റ് ഉണ്ടോ പിന്നെ? പറയേ, ടേസ്റ്റ് ഉണ്ടാ? ഇത് ഞാൻ പറഞ്ഞു പറയിപ്പിച്ചതൊന്നല്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ.